കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് രാജീവ് തൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ അവരുടെ അമ്മയും സാന്ദ്രയും അവർക്കായി കാത്തു നിൽക്കാണ്. നിധി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും വിഷമത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. രാജീവും വാ മോളെ എന്നും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇത്രയും നാൾ കഴിഞ്ഞ് മോള് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതല്ലേ, നീ എന്താ അവളോടൊന്നും മിണ്ടാത്തെ എന്ന് രാജീവ് ഹേമയോട് ചോദിക്കുമ്പോഴും അവർ വിഷമത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കാണ്. അപ്പോഴേക്കും ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് അരുണിൻ്റെ മോളും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അവൾ നിധിയെ ചേർത്ത് പിടിക്കുമ്പോൾ നിധി സുധീഷിനോട് ചോക്ലേറ്റ് എന്ന് പറയുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് കീശയിലുണ്ടായിരുന്ന ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് കൊടുക്കുമ്പോൾ അത് മോൾക്ക് കൊടുത്ത് സ്നേഹത്തോടെ അവളുടെ നെറ്റിയിലും മോയ്ക്കാണ് നിധി. സാന്ദ്രയും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അവളെ ചേർത്ത് പിടിച്ച് വല്ലാതെ ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവളുടെ അമ്മയും ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് തന്നെ നിൽക്കാണ്. ഹേമേ, എന്താ നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? മോളും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പോൾ ആരതി ഒഴിഞ്ഞു വേണ്ടേ അവരെ അകത്തേക്ക് കയറ്റാൻ എന്ന് രാജീവ് ഹേമയോടായി പറയുമ്പോഴും ഹേമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സാന്ദ്ര പെട്ടെന്ന് ആരതി എടുക്കാനായി അകത്തേക്ക് പോകുന്നുണ്ട്. ഞാനൊരിക്കൽ വന്നതാ എന്ന് നിധി പറയുമ്പോൾ ആ വരവ് ആരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മോളെ. ഇതായിരിക്കണം സുധീഷുമൊത്തുള്ള മോളുടെ ആദ്യത്തെ വരവ്. ഈ വരവ് എന്നും നമുക്ക് ഓർക്കാനുള്ളതാവണം എന്ന് രാജീവ് പറയുമ്പോൾ അപ്പോഴേക്കും നിധിയും സുധീഷിനെ നോക്കിക്കൊണ്ട് എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. അതെ, വന്നിങ്ങ് അടുത്ത് നിൽക്ക് എന്ന് പറഞ്ഞ് രാജീവും അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നുണ്ട്. സാന്ദ്ര ആരതിയുമായി വന്ന് ദാമേ എന്ന് പറഞ്ഞ് ഹേമയ്ക്ക് കൊടുക്കുമ്പോൾ ഹേമ ആ ആരതി എടുത്ത് അവർ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് വിളിച്ച് കയറ്റുന്നുണ്ട്. വാമോളെ എന്നും പറഞ്ഞ് രാജീവ് നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ അരുൺ കാറിൽ ബാഗ് ഉണ്ടാവും, ഒന്ന് എടുക്കണം എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അരുണും പെട്ടെന്ന് കാറിൻ്റെ ഡിക്കിൽ നിന്നും ബാഗ് എടുത്ത് സുധീഷിനെ മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് കയറി പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മുകളിലേക്ക് നോക്കി നിൽക്കാണ് സുധീഷ്. അകത്തെത്തിയ നിധിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും അവരും പൊട്ടിക്കരഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴേ അരുണും അങ്ങോട്ട് വന്ന് മോളെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേ എന്ന് പറയാണ്. അവനും അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എത്തിയ സാന്ദ്രയും എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ ഫോൺ വിളിച്ച് നിന്നെയും കൂട്ടി വരികയാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, എങ്ങനെയാ അച്ഛാ ഈ അത്ഭുതം സംഭവിച്ചത് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ആരും തന്നെ വിളിക്കാത്തതിൽ ടെൻഷൻ അടിച്ചിരുന്ന സുധീഷും വലത് കാൽ വെച്ച് അകത്തേക്ക് കയറാൻ പോകുന്നുണ്ട്. പിന്നീട് അത് വേണ്ടാന്ന് തീരുമാനിച്ച് അവൻ തൻ്റെ ഇടത് കാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. അവൻ അവർ നിൽക്കുന്നിടത്ത് എത്തുമ്പോഴേക്കും എങ്ങനെയാ അച്ഛാ ഇത് തോന്നിയത് എന്ന് സാന്ദ്ര രാജുവിനോടായി ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഈ സുധീഷിനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് രാജീവ് പറയുന്നുണ്ട്. ഫ്രഷായി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം വാ എന്നും പറഞ്ഞ് സാന്ദ്ര നിധിയെയും കൂട്ടി അവളുടെ ബാഗ് എടുത്ത് പോകാനൊരുങ്ങുമ്പോഴേക്കും നിധി സുധീഷ് വരുന്നില്ലേ എന്ന രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. നീ പൊയ്ക്കോ മോളെ, സുധീഷിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് രാജീവും അവളോടായി പറയാണ്. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോകുമ്പോഴേക്കും രാജീവും എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അരുണും സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് വേലക്കാരും ഡ്രൈവേഴ്സും ഉപയോഗിക്കുന്ന ബാത്റൂം പുറത്താ അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടുന്ന് നടന്നു പോവാണ്. സുധീഷും ഷേ എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഫ്രഷായി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഭക്ഷണം നിരത്തി വയ്ക്കുന്ന തിരക്കിലാണ് സാന്ദ്രയും ഹേമയും. അപ്പോഴേക്കും അങ്ങോട്ടെത്തിയ നിധിയും സുധീഷ് ബാഗും പിടിച്ചു നിൽക്കുന്നത് കണ്ട് ഈ ബാഗ് എവിടെയും വച്ചില്ലേ, ഇങ്ങത്താ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും ബാഗും എടുത്ത് പോകുന്നുണ്ട്. ഭക്ഷണം എടുത്തു വയ്ക്കുന്നതിനിടയിൽ സാന്ദ്രയും സുധീഷ് ഇരിക്കെ എന്നവനോടായി പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും അരുണും അങ്ങോട്ടെത്തുന്നുണ്ട്. അവർ രണ്ടുപേരും സുധീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ അന്യനെ പോലെ നിൽക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക സുധീഷേ എന്ന് രാജീവും അവനോട് പറയുന്നുണ്ട്. സുധീഷും അല്പം ടെൻഷനോടെ ആ ടേബിളിൽ ഇരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്നതല്ലേ, ചെറുക്കന് സ്പെഷ്യലാ ഇല സദ്യ എന്ന് രാജീവ് പറയുമ്പോഴേക്കും ഹേമയും ഒരു ഇലയെടുത്ത് സുധീഷിനെ മുന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിലേ എനിക്ക് ഇല മതി എന്ന് നിധി പറയുമ്പോൾ നിനക്ക് നീ എപ്പോഴും കഴിക്കാറുള്ള പ്ലേറ്റ് തന്നെയുണ്ട്, നീ പോയ പിന്നെ ഇതിലാരും ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് വെച്ച് ഹേമ അതിലേക്ക് ചോറ് വിളമ്പുന്നുണ്ട്. പിന്നീട് സുധീഷിൻ്റെ ഇലയിലേക്കും ചോറ് വിളമ്പുകയാണ്. ഹേമ സ്നേഹത്തോടെ നിധിക്ക് ഇഷ്ടമുള്ള കറികളും വിഭവങ്ങളും ഒക്കെ വിളമ്പിക്കൊടുക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ഉണ്ട്, നന്നായി കഴിക്കുമോളെ എന്ന് രാജീവ് നിധിയോടായി പറഞ്ഞുകൊണ്ട് ഹേമയോടായി ഹേമയെ സുധീഷിന് വിളമ്പ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹേമ അതൊന്നും ശ്രദ്ധിക്കാതെ നിധിക്ക് തന്നെ കറികളൊക്കെ വിളമ്പിക്കൊടുക്കുകയാണ്. സുധീഷും കറികളൊന്നുമില്ലാതെ ഇലയിൽ ചോറ് മാത്രം എടുത്തും വച്ചും അവിടെ തന്നെ ഇരിക്കുകയാണ്.
കേട്ടോ സുധീഷേ, ഇവൾ വരുന്നെന്നറിഞ്ഞപ്പോൾ അവൾക്കിഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും അവളുടെ അമ്മ ഉണ്ടാക്കി എന്ന് സുധീഷിനോടായി പറഞ്ഞുകൊണ്ട്, എങ്ങനെയുണ്ട് മോളെ, കുറേ നാളായില്ലേ നിൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ട് എന്ന് നിധിയോടായി രാജീവ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും അവിടെ സുഭാഷ് ചേട്ടൻ ആ പാചകമൊക്കെ അവിയലും ചിക്കനൊക്കെ സൂപ്പറായിട്ടുണ്ടാക്കും, പിന്നെ ഒരു ഞണ്ട് കറിയുണ്ട്, വിരൽ കടിച്ചു പോവും എന്ന് നിധി പറയുമ്പോഴേക്കും ഹേമയും അതൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. അത് കേട്ട് രാജീവും അല്ലെങ്കിലും ഈ ദിവസക്കൂലിക്കാരുടെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഉണ്ടാവില്ല, ചിക്കനും മീനിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല, അന്ന് കിട്ടുന്നത് കൊണ്ട് അന്നത്തെ കാര്യം എന്നവൻ പറയുമ്പോൾ നിധിയും സുധീഷും ആകെ വല്ലാതാവുന്നുണ്ട്. അത് കണ്ട് രാജീവും, അല്ല ഞാൻ മോശമായി പറഞ്ഞതല്ല കേട്ടോ, ജീവിതം എൻജോയ് ചെയ്യുന്നത് ശരിക്കും അവർ തന്നെയാണ്, നമ്മൾ ബിസിനസ്സുകാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹേമയോടായി, ഹേമേ മോൾക്ക് ചിക്കൻ തോരൻ വിളമ്പി കൊടുക്ക് എന്ന് പറയുമ്പോൾ നിധി വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും വേണം വേണം എന്ന് പറഞ്ഞ ഹേമ അവളുടെ പ്ലേറ്റിലേക്ക് പിന്നെയും ചിക്കൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിധിക്ക് ചിക്കനൊക്കെ വിളമ്പുമ്പോഴും വെറും ചോറുമായി ഇരിക്കുകയാണ് സുധീഷ്. രാജീവ് അപ്പോഴും സുധീഷിനും കൊടുക്കണേ, കഴിക്ക് സുധീഷേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരാരും അവനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനും കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കറികളെല്ലാം എടുത്ത് തൻ്റെ ഇലയിലേക്ക് വിളമ്പുന്നുണ്ട്. എല്ലാം വിളമ്പിക്കഴിഞ്ഞ് നന്നായി ഭക്ഷണം കഴിക്കുകയാണ് സുധീഷ്. അത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കാണ്. സുധീഷ് ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും ആസ്വദിച്ച് കഴിക്കുമല്ലേ എന്ന് രാജീവും പറയാണ്. സുധീഷും അവരെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും തൻ്റെ ഭക്ഷണം മുഴുവൻ കഴിക്കുകയാണ്. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് സുധീഷ്. അപ്പോഴേക്കും രാജീവിൻ്റെയും അരുണിൻ്റെയും സംസാരം അവൻ കേൾക്കുന്നുണ്ട്. അവർ അവൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവരും അവൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ഹലോ മരുമോനെ, എങ്ങോട്ടാ പോകുന്നേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ സംസാരിച്ചോ എന്ന് സുധീഷും പറയാണ്. അല്ല അങ്ങനെ അങ്ങ് പോയാലോ, വാ ഇവിടെ നിൽക്കേ എന്ന് രാജീവ് പറയുമ്പോൾ സുധീഷും ഒരു പരിങ്ങലോടെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വന്നത് മുതൽ പൂച്ചയെ പോലെയാണല്ലോ നടപ്പ്, കാറിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ചപ്പോഴുണ്ടായ ഉശിരും ചൂടൊക്കെ പോയോ? താങ്കൾ ഈ വീട്ടിലെ മരുമകനല്ലേ, താങ്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടതും വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ടതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ, വായിരിക്ക് നമുക്ക് കുറച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് രാജീവ് വിളിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ അരുണും, ഹേയ് അച്ഛനിത്ര മര്യാദയോടെ പെരുമാറേണ്ട ഒരു കാര്യമില്ല, അതും ഈ റാസ്കലിനോട് എന്ന് അരുൺ പറയുമ്പോൾ, അങ്ങനെയൊന്നും പറയല്ലേ അരുണേ, ഇത് നിന്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ എന്ന് രാജീവ് പറയുമ്പോൾ, ഈ ഭൂലോക ഫ്രോഡോ, അങ്ങനെ ഞാൻ ഒരിക്കലും കരുതില്ല, ഇവനെയാണോ നമ്മുടെ ഒപ്പം ഇരിക്കാൻ അച്ഛൻ വിളിച്ചത്, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. അവൻ്റെ നേർക്ക് ചെല്ലുമ്പോഴേക്കും രാജീവും അവനെ തടഞ്ഞുകൊണ്ട്, അരുണെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ഇവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് തന്നെ ഓർക്കുമ്പോൾ എനിക്കാകെ കലി കയറുക എന്ന് അരുൺ പറയുമ്പോഴേക്കും സുധീഷിനും ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് കാറിൽ വെച്ച് രാജീവ് നിധിയെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നതൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. സുധീഷിൻ്റെ ആ നിൽപ്പ് കണ്ട് രാജീവും സുധീഷിൻ്റെ അടുത്തേക്ക് വന്ന്, എന്താടാ മരുമോനെ, മുഖത്തെ ആ രക്തപ്രസാദമൊക്കെ അങ്ങ് പോയല്ലോ, മുഖമാകെ കടലാസ് പോലെ ആയിട്ടുണ്ടല്ലോ, ഒരു ദിവസമായപ്പോൾ ഇങ്ങനെ, ഇനിയൊരു 5-6 ദിവസം കൂടി നീ താങ്ങുവാടാ ഞങ്ങളെ, നമുക്കേ ശാന്തമായിട്ടിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കസേരയിൽ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അരുണും അങ്ങോട്ട് ചെല്ലാണ്. സുധീഷും അല്പം മടിയോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് കസേരയിൽ ഇരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രാജീവും അവനെ കൈച്ചൂണ്ടി വിളിച്ചുകൊണ്ട്, ഏയ് അവിടെയല്ല, ദാ അവിടെ നിലത്ത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും ഞെട്ടലോടെ അയാളെ നോക്കുകയാണ്. ഞങ്ങളുടെ തരാതരത്തിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ നീ ആയോടാ, പോയി ആ നിലത്തിരിക്കെ എന്ന് രാജീവ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അരുണും കൈയടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതാ കറക്റ്റ്, മുമ്പ് ഇവിടെ ഡ്രൈവറായി വന്നിട്ടുണ്ടാവുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നീ ഇരിക്കോടാ, ഞങ്ങളുടെ കൂടെ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നോ, ഇപ്പോൾ എങ്ങനെയാ നിനക്കതിനുള്ള ധൈര്യം കിട്ടിയത്? എടാ, നിധിക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ നിന്നെ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുത്തിയത്, അതിനർത്ഥം നമ്മളെല്ലാവരും ഒരുപോലുള്ള ആൾക്കാരായി എന്നാണോ? ഇരിക്കടാ, ചെന്നാ നിലത്തിരിക്കെ എന്ന് അരുൺ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുധീഷും അവിടുന്ന് തിരിഞ്ഞു നടക്കുന്നുണ്ട്. രാജീവും അവനെ വിരൽ ചൂണ്ടി വിളിച്ചുകൊണ്ട്, എങ്ങോട്ടാ എന്ന് അവനോട് ചോദിക്കുമ്പോൾ, ഞാനിവിടെ പുറത്തിരുന്നോളാം എന്ന് സുധീഷും പറയുന്നുണ്ട്. നിന്നോട് പറഞ്ഞത് അതല്ലല്ലോ എന്ന് ദേഷ്യത്തോടെ രാജീവ് പറയുമ്പോഴേക്കും സുധീഷും അയാളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. നിന്റെ അളിയന് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു, നീ ഒന്ന് സമാധാനിപ്പിക്കേ എന്ന് രാജീവ് പറയുമ്പോഴേക്കും അരുണും അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോൾ മുറുകെ പിടിച്ചുകൊണ്ട്, അളിയാ ഇരിക്കളിയാ, എന്താ അളിയാ ഇത്, ഇരിക്കേ എന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ മുറുകെ പിടിച്ച് അവനെ താഴേക്ക് തള്ളുന്നുണ്ട്. താഴെ വീണ സുധീഷ് വീണ്ടും എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്താടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും സുധീഷ് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. സുധീഷേ വേണ്ട, ഇപ്പോൾ നീ എന്തെങ്കിലും ചെയ്താൽ അവരതും പറഞ്ഞ് വലിയ സീനുണ്ടാക്കും എന്നവൻ മനസ്സിൽ പറയുന്നുണ്ട്. ഇപ്പോഴും നീ കാറിൽ വെച്ച് പറഞ്ഞതേ എനിക്ക് തികട്ടി വരിക, എന്ത് വലിയ വാചകമായിരുന്നു എന്നറിയോ എന്ന് രാജീവ് പറയുമ്പോൾ, അത്ര വലിയ ഡയലോഗായിരുന്നോ എന്ന് അരുണും ചോദിക്കുന്നുണ്ട്.
ഇവൻ എന്നെ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കായിരുന്നു. ഇത്രയും കാലം നമ്മൾ വളർത്തി വലുതാക്കിയവളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഇവൻ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞു കേൾക്കണോ? നിധി കോടതി പോയാൽ ഈ സ്വത്തിന്റെ പാതി അവകാശം അവൾക്ക് കൊടുക്കണം പോലും. അപ്പോൾ വീട്ടിലേക്ക് ഡ്രൈവറായി വന്ന ഇവൻ നമ്മുടെ സ്വത്തിന്റെ പാതി അവകാശിയാവും എന്ന് രാജീവ് പറയുന്നത് കേട്ട് അരുൺ ദേഷ്യത്തോടെ, നിനക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടോടാ? എന്താ നിനക്ക് എന്നെ അടിക്കണോടാ? അടിക്കണോ എന്ന് ദേഷ്യത്തോടെ അരുൺ അവനോട് ഒച്ചയെടുക്കുമ്പോഴേക്കും എല്ലാം നോക്കി നിന്നിരുന്ന രാജീവും പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട്, മതി അരുണേ മതി, എനിക്ക് ചിരിച്ച് വയറ് വേദനിക്കുന്നു. രാജീവ് അരുണിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും അരുണും പുറകിലോട്ട് വരുന്ന നിധിയെ കാണുന്നുണ്ട്. അവനും ഒരു പൊട്ടിച്ചിരിയോടെ എഴുന്നേറ്റ് നിന്ന് ഒച്ചത്തിൽ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും, മതി സുധീഷേ മതി, ഇനിയും ചിരിക്കാൻ വയ്യ. അപ്പോഴേക്കും അങ്ങോട്ടെത്തിയ നിധിയും, നിങ്ങൾ എന്തിനാ നിരത്തിയിരിക്കുന്നത്? എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആക്ടിങ് എന്ന് ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നുണ്ട്. ആക്ടിങ്ങോ? എന്ത് ആക്ടിങ് എന്ന് നിധി ചോദിക്കുമ്പോൾ, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സുധീഷ് ഒരു നാടകത്തിൽ അഭിനയിച്ചിരുന്നു. നാടകത്തിന്റെ പേര് ഓശാരത്തിനൊരു സൽക്കാരം. വലിയ പണക്കാരുടെ വീട്ടിൽ ഒരു ദരിദ്രവാസി പണം തട്ടാൻ വേണ്ടി കയറുന്ന കഥയാ എന്ന് പറഞ്ഞ് രാജീവും അരുണും കൂടി ചിരിക്കുന്നുണ്ട്. അത് കേട്ട് നിധിയും, അതെയോ സുധീഷ് അഭിനയിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അഭിനയിക്കുമെന്നോ എന്നും പറഞ്ഞ് അരുണും സുധീഷിന്റെ തോളിൽ നല്ലൊരു അടിയും വെച്ചു കൊടുത്ത്, ഉഗ്രൻ ആക്ടർ അല്ലേ ഇവൻ എന്ന് അരുൺ പറയുമ്പോഴേക്കും രാജീവും, എടാ സുധീഷേ മതി മതി, ഇനിയും ചിരിക്കാൻ വയ്യ, എഴുന്നേൽക്ക് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അരുണും അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവന്റെ പുറത്ത് സ്നേഹ അഭിനയിച്ചുകൊണ്ട് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. മോളിരിക്കെ, സുധീഷ് വീട്ടിലും ഇങ്ങനെയാണോ? എന്ത് പറഞ്ഞാലും അതിന്റെ പിന്നിൽ ഒരു കഥയും കൂടി ഉണ്ടാവും എന്ന് രാജീവ് പറയുമ്പോൾ, അത് ശരിയാ, ഇത്തിരി ഹ്യൂമർ സെൻസ് കൂടുതലാ എന്ന് നിധിയും പറയുന്നുണ്ട്. രാജീവ് സുധീഷിന്റെ പുറകിൽ സന്തോഷത്തോടെ ഒരു അടി വെച്ച് കൊടുക്കുന്നത് കാണെ ചിരിയോടെ അത് നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി